എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കപ്പളങ്ങാത്തോരൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുറമൊന്ന് കൊത്തി കൊടുക്കണം. കൊത്തി ഒന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കൊത്തി കൊടുത്താൽ മതി. അപ്പോഴത്തേന് അകത്തെ കറയെല്ലാം ഇങ്ങ് പുറത്ത് വരും. പുറത്ത് വന്നതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് വയ്ക്കണം. വച്ചിട്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് കഴുകിക്കൊണ്ടുവരാം. നല്ലതായിട്ട് കൈ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ആ കറയെല്ലാം അങ്ങ് പോകുവേ. അതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക്. നല്ല പിഞ്ച് കപ്പളങ്ങയാണേ. അപ്പം തോരൻ വയ്ക്കാനായിട്ട് നല്ല പരുവാണ്. ഇനി നമുക്കൊന്നും കൂടെ മുറിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് കുരുവില്ലേ, ആ കുരുവൊക്കെ അങ്ങ് എടുത്ത് കളയണം. ഇനി ആ കത്തി വെച്ചിട്ട് ആ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി. ആ കുരുവൊക്കെ അങ്ങ് പൊക്കോളും. അതിന് ശേഷം നമ്മൾ ആ കത്തി വെച്ചൊന്ന് ചുരണ്ടി കൊടുത്താൽ മതി. അതിനകത്ത് ആ പൂപ്പലൊക്കെ അങ്ങ് പൊയ്ക്കോളുവേ. അതിന് ശേഷം നമുക്ക് ആ തൊലി ഒന്ന് ചെത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് ചെത്തിയെടുത്താൽ മതി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. കണ്ടോ, ഇതുപോലെ നമുക്കിനി ഇത് മുഴുവനും ചെത്തിയെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പം ഇതെല്ലാം എടുക്കുന്നില്ല, ഇതിൻ്റെ കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മതിയല്ലോ. ഈ ചെത്തിയെടുത്ത് കഴുകി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫുഡ് പ്രോസസ്സറിനകത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. വേഗത്തിന് അരിഞ്ഞെടുക്കാനാണ്. ഇപ്പം കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി താമസം വരത്തില്ലേ. അപ്പം നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഈ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഏത് അളവിനാണോ അരിഞ്ഞ് കിട്ടേണ്ടത് ആ അളവിൽ നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇനി മിക്സിയുടെ നമ്മുടെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. എടുത്ത് കറക്കിയെടുത്ത് അരിഞ്ഞ് പരുവത്തിന് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു 5 കാന്താരി മുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു പിടി തേങ്ങ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം. തോരത്തിനായതുകൊണ്ട് ചതച്ചെടുത്താൽ മതി. ഒന്ന് കറക്കിയെടുത്താൽ മതി. തോരത്തിന് അരച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേനും കടുക് ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്തത്. ഉഴുന്നുപരിപ്പ് ഇല്ലെങ്കിൽ അരിയില്ലേ, അരി ഇട്ട് കൊടുത്താലും മതി. കുത്തരി ഇല്ലേ, റോസരി, അതിട്ട് കൊടുത്താലും മതിയേ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ആ കപ്പളങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൻ്റെ ആ കപ്പളങ്ങയുടെ വെള്ളത്തിൽ തന്നെ ഇരുന്നത് വെന്തോളും. ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അരപ്പൊക്കെ ഇവിടെ റെഡിയായിരിപ്പുണ്ട്. ഇനി നമുക്ക് ആ അടപ്പൊക്കെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നോക്കാം, വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തേക്ക് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ആ അരപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കണേ. ഒരുപാട് വെന്ത് പോകാതെ കുഴഞ്ഞു പോകരുത്. കപ്പളങ്ങ തോരനൊന്നും ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിട്ടതിന് ശേഷം ഇളക്കരുത്. ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. അരപ്പൊന്ന് വേകണം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇനി അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അരപ്പൊക്കെ വെന്ത് നല്ല പരുവത്തിനായിട്ടുണ്ട് കപ്പളങ്ങ തോരൻ. ഇതുപോലെ ഇരിക്കണം, കുഴഞ്ഞൊന്നും പോകാതെ. കണ്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കപ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തോരനൊക്കെ ഉണ്ടാക്കി നോക്കണേ. നോക്കാം. നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കണക്കിനുണ്ട്. ഞാൻ ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു കപ്പളങ്ങ തോരനാണ്. ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഞാനിവിടെ മോനെ പറ്റിക്കും. സ്കൂളിൽ പോകുമ്പോഴത്തേനും ക്യാബേജ് തോരനാണെന്ന് പറഞ്ഞാൽ വെച്ച് കൊടുത്തു വിടുന്നത്. അറിയത്തില്ല. കൊണ്ടുപോയി കഴിച്ചിട്ട് വന്നിട്ട് വൈകിട്ട് വരുമ്പം ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു തോരൻ? നല്ല തോരനായിരുന്നു അമ്മ, ക്യാബേജ് തോരൻ എന്ന് പറയും. അതുപോലെ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ പറ്റും.
ഈ കപ്പളങ്ങയൊക്കെ കൂട്ടാത്ത പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.